ഹായ്, എൻ്റെ പേര് കൃഷ്ണപ്രഭ. എൻ്റെ വീട് അടിമാലിയിലാണ്. ഞാനിവിടെ ISSDയിൽ ഓൺലൈനായിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ച ഒരാളാണ്. ഹോസ്പിറ്റലിൽ സർവീസ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഡോക്ടേഴ്സ്, നഴ്സസ് ഫീൽഡ്സിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്ങനെയാണ് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് മാത്രമേ എനിക്കൊരു ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു. പഠിച്ചത് BCom ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, BCom കോമേഴ്സ് ഫീൽഡാണ്. ഫിനാൻസ് ആയിരുന്നു ഞാൻ ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് BComൻ്റെ കൂടെ. പ്ലസ് അത് കഴിഞ്ഞിട്ട് ഞാൻ PG ചെയ്തത് MBA ആണ്. കൂടെ ഞാൻ സ്പെഷ്യലൈസ് എടുത്തിട്ടുണ്ടായിരുന്നത് ഫിനാൻസ് ആൻഡ് ഓപ്പറേഷൻസ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണമെല്ലാം കഴിഞ്ഞ് ഞാൻ കൺസീവ് ആയിട്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ മദർ ഇൻ ലോ പറയുന്നത്, എന്തായാലും നിനക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നല്ലോ, നമുക്ക് ഓൺലൈൻ കോഴ്സ് ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് അന്വേഷിക്കാമെന്ന് വെച്ചാൽ ഞാൻ ISSD വിളിച്ച് അന്വേഷിക്കുന്നത്. അങ്ങനെ വിളിക്കുന്ന സമയത്താണ് ഭാഗ്യത്തിന് ഓൺലൈൻ കോഴ്സ് അവൈലബിൾ ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൺസീവ് ആയിരിക്കുന്ന സമയത്ത് ഇവിടെ ISSDയിൽ വിളിച്ച് നമ്മൾ ഓൺലൈൻ കോഴ്സ് ഓപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. കോഴ്സ് ഓപ്റ്റ് ചെയ്തതിന് ശേഷം ഫുൾ ടൈം നമ്മൾ കോഴ്സ് ഞാൻ ആലോചിച്ചിരുന്നൊരു കാര്യമുണ്ട്. ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഓൺലൈനായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഈ ഓഫ്ലൈനായിട്ട് നമ്മൾ ക്ലാസ്സിൽ പോയി പഠിക്കുന്നതിൻ്റെ അത്രയും എഫക്റ്റീവ് നമുക്കത് വരുമോ? കാരണം ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഫീൽഡ് തന്നെ നമുക്ക് ഒരു ഭയങ്കര ഒരു കോംപ്ലിക്കേഷൻ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. കാരണം ഞാൻ പഠിച്ചത് അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കാര്യമായതുകൊണ്ട് തന്നെ ഇത് വെറുതെ ഒരു ടൈം പാസിന് വേണ്ടി പഠിക്കാം, എന്തായാലും വെറുതെ ഇരിക്കുമല്ലേ കൺസീവ് ആയിട്ടിരിക്കുന്ന സമയത്ത് എന്നോർത്ത് മാത്രം ചെയ്തൊരു കോഴ്സാണ്. പക്ഷേ ആ കോഴ്സ് ഓപ്റ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാവുന്നത്, നമുക്ക് ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഡോക്ടേഴ്സ്, നഴ്സസ് എന്നതിനുപരി നമുക്കൊരു ഓപ്പറേറ്റിംഗ് ഫീൽഡ് അവിടെയുണ്ട്, ഒരു ഓപ്പറേറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ വേറെ അവിടെയുണ്ട്. അതായത് അവിടെ പേപ്പർ വർക്ക്സ് ഹാൻഡിൽ ചെയ്യുന്നത്, നമ്മുടെ പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസ് ഹാൻഡിൽ ചെയ്യുന്ന അങ്ങനെ ഒരു സെഷൻ തന്നെ നമുക്കൊരു വർക്കിംഗ് വേറെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. HR നമുക്ക് ഓൾറെഡി നമുക്കറിയാം, എല്ലാ കമ്പനീസിലുള്ളതാണ് HR. പക്ഷെ അതിന് പുറമേയും വേറെയും ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് എന്ന് മനസ്സിലാവുന്നത്. പക്ഷേ ഈ കോഴ്സ് ഓപ്റ്റ് ചെയ്യുന്ന സമയത്തും ഞാൻ ആലോചിച്ചൊരു കാര്യം, അത് നമുക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. പക്ഷെ പഠിച്ച സമയത്ത് എനിക്ക് മനസ്സിലായി, കാരണം നമുക്ക് അതിനകത്ത് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഓൺലൈൻ കോഴ്സിലൂടെ ചെറിയൊരു 6 മാസത്തിൻ്റെ കാലാവധിയുടെ നമുക്ക് ആ എല്ലാ കാര്യങ്ങളും നമുക്ക് പറ്റുമോ എന്നുള്ളത് സംശയമായിരുന്നു. പക്ഷേ ഓൺലൈൻ കോഴ്സ് ആണെങ്കിൽ കൂടെ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ എങ്ങനെയാണ് ഓരോരുത്തർ നമ്മുടെ ഇപ്പോൾ ക്ലാസ്സിലിരുന്ന് നമ്മൾ ഓരോ ടീച്ചേഴ്സ് നമ്മളെ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ ഓൺലൈൻ ക്ലാസ് നമ്മൾ എന്നെ പഠിപ്പിച്ചിരുന്ന മാമിൻ്റെ പേര് പ്രിയ എന്നാണ്. മാം നല്ലപോലെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓരോ ആൾക്കാരുടെ കാര്യങ്ങളും നല്ല സ്പെഷ്യലായിട്ട് എടുത്ത് ചോദിച്ച് ഓരോരുത്തർക്ക് മനസ്സിലായോ എന്ന് ചോദിച്ച് കൃത്യമായിട്ട് തന്നെ ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്ന് പഠിപ്പിച്ചിരുന്ന ഒരാളായിരുന്നു പ്രിയ മാം. നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും അതെങ്ങനെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ ആ ജോലി ചെയ്യുന്ന സമയത്ത് അപ്ലൈ ചെയ്യാം എന്നുള്ളതെല്ലാം അടക്കമാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും എല്ലാം കഴിഞ്ഞ് എക്സാംസ് ആണെങ്കിലും കഴിഞ്ഞ സമയത്ത് നമ്മൾ ഓരോ ക്ലാസ്സിൻ്റെ സമയത്താണെങ്കിലും ക്ലാസ് കഴിയുന്ന സമയത്താണെങ്കിലും എല്ലാം മാം ആദ്യമേ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ വീട്ടിലിരിക്കേണ്ട ആൾക്കാരല്ല, ഈ പഠിച്ച റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ് തന്നെ നിങ്ങൾ ചെയ്യണം, ഹോസ്പിറ്റലിൽ പോയി തന്നെ നിങ്ങൾ ചെയ്യണം, ഓരോ ഇൻ്റർവ്യൂസും അറ്റൻഡ് ചെയ്യണം, അതിനുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ ഇവിടുന്ന് നമുക്ക് ഉണ്ടാവും, അസിസ്റ്റൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ ഇതെല്ലാവരും പറയുന്ന പോലെ അസിസ്റ്റൻസ് മാത്രമായിരിക്കും ഉണ്ടാവും, ചിലപ്പോൾ പേരിന് മാത്രമേ ഉണ്ടാവുള്ളൂ, വലിയ അസിസ്റ്റൻസ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയല്ല എന്നുള്ളത് എക്സാം കഴിഞ്ഞ് റിസൾട്ടെല്ലാം വന്ന് കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലായത്, നമ്മുടെ പറയുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ വേക്കൻസീസ് വരുന്ന സമയത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്മുടെ മെയിൽ ID കൃത്യമായിട്ട് നമുക്ക് വരും. ആ പോസ്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ മെയിൽ ID കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് വിളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്റ്റ് ആവുന്നത് നമ്മുടെ ISSDയുടെ പ്ലേസ്മെൻറ്റ് സെല്ലിലേക്കായിരിക്കും. അവിടെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇതാണ് ജോബ് ഡീറ്റെയിൽസ്, ജോബിൻ്റെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഇതാണ്, ഏതാണ് സ്ഥലം, കൃത്യമായിട്ട് അതെല്ലാം പറഞ്ഞു തന്ന് നമുക്കൊരു മോക്ക് ഇൻ്റർവ്യൂ സെഷൻ കൂടെ നമ്മുടെ ISSDയുടെ പ്ലേസ്മെൻറ്റ്സ് എല്ലാം നമുക്ക് അറേഞ്ച് ചെയ്ത് തരും. നമ്മുടെ കറക്റ്റായിട്ട് എല്ലാം ഇങ്ങനെയൊക്കെ ആയിരിക്കും വരിക, കൃത്യമായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ആദ്യം നമ്മളോട് റഫായിട്ടൊന്ന് പറയും നമ്മളോടത്ത് എങ്ങനെയാണ് സെൽഫ് ഇൻട്രോ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മുടെ അടുത്തൊന്ന് പറയും. ജസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ നമ്മളൊന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവർ അതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ എങ്ങനെയാണ് പ്രസൻറ്റബിൾ ആയിട്ട് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നടക്കം നമ്മൾ കൃത്യമായിട്ട് അവിടുന്ന് മോക്ക് ഇൻ്റർവ്യൂ സെക്ഷനിൽ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ തലേ ദിവസം വരെ നമ്മളെ അസിസ്റ്റ് ചെയ്ത മാം നമ്മളെ വിളിച്ചിട്ട്, എന്താണ് കൃഷ്ണ, ഓക്കെ അല്ലേ, നാളത്തേക്ക് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യണം, നന്നായിട്ടിരിക്കണം, നല്ലപോലെ പ്രസൻറ്റ് ചെയ്ത് നമുക്ക് ജോലി എന്തായാലും കിട്ടും കൃഷ്ണ എന്നുള്ള രീതിയിൽ നല്ല കോൺഫിഡൻസോടുകൂടെ പറയുന്നവരാണ് നമ്മുടെ ISSDയുടെ പ്ലേസ്മെൻറ്റ് സെല്ലിലുള്ളവരും ഓൺലൈനായിട്ട് മോക്ക് ഇൻ്റർവ്യൂ സെഷൻ നമുക്ക് തരുന്നവരും
നമുക്ക് ക്ലാസ് എടുക്കുന്നവരും എല്ലാവരും തന്നെ. അങ്ങനെയാണ് ഒരു ദിവസം ഞാൻ കുറേ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഇവിടെ എടപ്പള്ളിയിലല്ല കീഹോൾ ക്ലിനിക്കിലേക്ക് എനിക്ക് മെഡിക്കൽ കോൺഫറൻസ് എക്സിക്യൂട്ടീവിൻ്റെ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നത്. ഇവിടെ ഞാൻ നോക്കി, ചിലപ്പോൾ മേ ബി ഞാൻ MBA പഠിച്ചതുകൊണ്ട് തന്നെ എനിക്കത് ആപ്റ്റായിരിക്കും, എന്തായാലും പോയി അറ്റൻഡ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് ഇതുപോലെ തന്നെ നമ്മൾ എത്ര ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ അതൊന്നും ഇവരെ ബാധിക്കുന്ന കാര്യമേ ഇല്ല. അതിൻ്റെ തൊട്ട് പുറകെ ഓരോ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ പുറകെ നമുക്ക് മോക്ക് ഇൻ്റർവ്യൂ സെക്ഷൻ കിട്ടിയിരിക്കും. അത് കഴിഞ്ഞ ഇൻ്റർവ്യൂവിന് നിങ്ങൾക്ക് മോക്ക് ഇൻ്റർവ്യൂ സെഷൻ കിട്ടിയതല്ലേ, ഇനി അടുത്ത ഇൻ്റർവ്യൂവിന് അത് കിട്ടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമ്മളെ മാറ്റി വെച്ചിട്ടില്ല. ഏതൊക്കെ ഇൻ്റർവ്യൂവിന് നമ്മൾ പോകുന്നുണ്ടോ ആ ഇൻ്റർവ്യൂവിൻ്റെ തലേ ദിവസം എല്ലാം വിളിച്ച് നമുക്ക് മോക്ക് ഇൻ്റർവ്യൂ സെഷൻ പറഞ്ഞ് കുറച്ചുകൂടി പ്രസൻറ്റബിൾ ആയിട്ട് എങ്ങനെ ചെയ്യാമെന്ന് ഒന്നുകൂടെ നമ്മളെ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ എനിക്ക് എന്തായാലും ഞാൻ ആ കീഹോൾ ക്ലിനിക്, നമ്മുടെ എടപ്പള്ളിയിലുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കാണ് കീഹോൾ ക്ലിനിക് എന്ന് പറയുന്നത്. നമ്മുടെ ഒബിസിറ്റി ആൻഡ് ലാപ്രോസ്കോപ്പിക് ആണ് അവിടെ വരുന്നത്. സോ അവിടെ എനിക്ക് മെഡിക്കൽ കോൺഫറൻസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള പോസ്റ്റിലേക്കാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇതുവരെ എന്നെ ഗൈഡ് ചെയ്ത് എനിക്ക് ഇപ്പോൾ ഒരു പൊസിഷനിലേക്ക് ഞാനിപ്പോൾ എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഫുൾ സപ്പോർട്ട് അല്ലെങ്കിൽ എൻ്റെ ഫുൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത് തന്നെ ISSDയുടെ പ്ലേസ്മെൻറ്റ് സെൽ എന്നെ ഗൈഡ് ചെയ്ത് എന്നെ ഇവിടേക്ക് എത്തിച്ച എൻ്റെ പഠിപ്പിച്ച എല്ലാ മാമിനും, ഇവിടെ ISSDയുടെ മോക്ക് ഇൻ്റർവ്യൂ സെഷനിലുള്ള എല്ലാവരും, പിന്നെ പ്ലേസ്മെൻറ്റ് സെല്ലുള്ളവരും എല്ലാവർക്കും എൻ്റെ ഹാർട്ട്ഫുൾ താങ്ക്സ്.